റോബർട്ട്, നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് റോബർട്ട് കുര്യാക്കോസ് ആണ്. റോബർട്ട് കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ആരാണ്? ഒരു പ്രവാസിയാണ്, ആസ്ട്രേലിയയിൽ താമസിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്ലിക്കാവുന്നൊരു കാര്യം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാൾ ആണ് റോബർട്ട്. നമുക്ക് റോബർട്ടിനെ നമ്മളിവിടെ വിളിച്ചു വരുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചോദിക്കാനാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ആദ്യമായി റോബർട്ടിനോട് ചോദിക്കുന്നത്, നമ്മുടെ മമ്മൂക്ക ഇപ്പോൾ എവിടെയുണ്ട്? ചെന്നൈയിലെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, സ്വസ്ഥമായിട്ടിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതല്ലേ നമുക്കറിയുന്നത്. ഇപ്പോൾ കേരളം മുഴുവൻ വലിയ ത്രില്ലടിച്ച് കേട്ട വാർത്തയായിരുന്നു. അതെ, മമ്മൂട്ടി തിരിച്ചു വരുന്നു. മമ്മൂട്ടി എങ്ങും പോയില്ലായിരുന്നു. എല്ലാ മലയാളിയുടെയും മനസ്സിൽ മമ്മൂട്ടിയുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് തൃശ്ശൂർ പൂരം, പിന്നെ കടൽ ഇഷ്ടമാണ്, ആന ഇഷ്ടമാണ്, മമ്മൂട്ടിയെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. ഇതിനപ്പുറത്ത് മലയാളിക്ക് പൊതുവായി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേറൊന്നുമില്ല. ബാക്കിയൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും. അതെ, അല്ലേ? മമ്മൂട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല, മോഹൻലാലിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല, ആനയെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല, കടൽ കണ്ടാലും നമ്മൾ നോക്കി നിന്നു. അപ്പം ഈ നമ്മുടെ പ്രകൃതിയിലെ തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ ഒരു വലിയ മഹാസംഭവമാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ മഹത്തായ ഈടുവയ്പ്പുകളിൽ ഒന്നാണ്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ മമ്മൂട്ടി. അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരുപാട് വിഷമിച്ചു. എന്ന് മമ്മൂട്ടിയെ കാണും. ഞാൻ അന്ന് ആ സമയത്ത് ഞങ്ങളൊരു വീഡിയോ ചെയ്തു, ഞാൻ കണ്ടിരുന്നു. അതെ, ഭ്രമയുഗത്തിലെ മമ്മൂക്കയെ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ എല്ലാ രോമങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. കാരണം മമ്മൂക്കയെ അങ്ങനെ ഒന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു നടൻ അദ്ദേഹത്തിൻ്റെ പുറന്തോടുകളൊക്കെ പൊട്ടിച്ച് നടന വൈഭവം എന്ന് പറയുന്ന ഒരു സാധനം പുറത്തോട്ട് വരണം. അത് പക്ഷേ മമ്മൂക്കയ്ക്ക് മമ്മൂക്ക മലയാളത്തിലെ ഏറ്റവും സുന്ദര പുരുഷൻ, മലയാളിയുടെ സുന്ദര പുരുഷൻ മമ്മൂക്കയാണ്. എല്ലാ പുരുഷന്മാർക്കും അസൂയ തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല നിർമ്മാതാക്കളും മമ്മൂട്ടിയുടെ ഈ സൗന്ദര്യത്തെ അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ ഒരു കറുത്ത മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഒരാളായിട്ട് ഒക്കെ അവതരിപ്പിച്ച് ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമായിരുന്നു. അതിന് മമ്മൂക്ക നിന്നു കൊടുത്തു എന്നതാണ് അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ ഏതായാലും ആ സിനിമകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മമ്മൂക്കയുടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു പോയിട്ടുള്ള സിനിമകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഈ ഇത്രയും വലിയ അത്ഭുതങ്ങൾ തന്ന ആ നടൻ സിനിമയിൽ ഇല്ലാതാവുകയോ? എങ്ങനെ ജീവിക്കും നമ്മൾ? എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ വാർത്ത വരുന്നത്. ഇതിങ്ങനെ എന്നെ പോലെയല്ല ഈ ഇവിടുത്തെ 3-3.5 കോടി ജനങ്ങളും ഇങ്ങനെ ചിന്തിച്ചു. മമ്മൂക്ക തിരിച്ചു വരുന്നുവെന്ന് ആൻഡോ ജോസഫും റോബർട്ടും ഒരേ സമയത്താണ് ഞാൻ നോക്കി. നിങ്ങൾ അല്ലേ? ആൻഡോ ജോസഫ് ആദ്യം ഇട്ടു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചേട്ടനാണോ ഒരു ബോംബ് ഇട്ടിരിക്കുന്നത്? ഞാൻ ഇട്ടടാ, എനിക്ക് ഒരു രക്ഷയില്ല, എന്റെ ആവേശം കൊണ്ട് ഞാൻ ഇട്ടുപോയതാ. അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ രണ്ടുപേരും ഇട്ടിട്ട് വണ്ട പറഞ്ഞതാണ്. അപ്പൊ ഞാനോട് ഏകദേശം അടുത്ത സമയത്തായിരിക്കും. അതെ, ആളിട്ടു, ജോർജേട്ടൻ ഇട്ടു, അപ്പൊ തന്നെ ഞാനും ഇട്ടു. കാരണം ഇത് രാവിലെ തുടങ്ങി വാർത്ത കയ്യിലിട്ടിട്ട് ഇത് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ, പറയാൻ പറ്റുമോ, പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങ് ത്രില്ലടിച്ചിരിക്കുമ്പോഴാണ് ആൻഡോ ചേട്ടൻ ഇതങ്ങ് പൊട്ടിക്കുന്നത്. പിന്നെ നമ്മളങ്ങ് മലയാളി ആഘോഷിച്ചു. പിന്നെ കേരളത്തിൽ പിന്നെ അതായിരുന്നു വാർത്ത, ചർച്ച ചെയ്തായിരുന്നു. അതെ. അപ്പൊ മമ്മൂട്ടി എങ്ങോട്ടും പോയിരുന്നില്ല, അല്ലേ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്നാണ് കേരളത്തിലേക്ക് വരിക? എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ സെപ്റ്റംബർ അവസാനമോ ഒക്ടോബറിലോ അദ്ദേഹം എത്തിയേക്കും. അദ്ദേഹത്തിന്റെ അവധി നിശ്ചയിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം വരുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങും. ആളെ നിശ്ചയിച്ചു, എനിക്ക് ഈ സമയത്ത് കുറച്ച് വിശ്രമം വേണം, ഞാൻ കുടുംബത്തോട് ഒപ്പം ഇരിക്കുന്നു, കുട്ടികളോടൊപ്പം, മക്കളോടൊപ്പം, പൂന്തോട്ടത്തിലിരിക്കുന്നു, ചെടികൾ നോക്കുന്നു. അങ്ങനെ ചെന്നൈയിലെ ആ സ്വർഗം ആളിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അല്ല, ഒരുപക്ഷെ ഈ കുടുംബത്തോടൊപ്പം മമ്മൂക്ക ഇത്രയേറെ സമയം ഇരുന്നൊരു സമയം വേറെ ഉണ്ടാവില്ല. പക്ഷെ കോവിഡ് കാലത്ത് ഇരുന്നിട്ടുണ്ടാവും. കോവിഡ് കഴിഞ്ഞിട്ട്. ഏതായാലും നാളെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മമ്മൂക്കയുടെ പിറന്നാൾ, ജന്മദിനമാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, ABC മലയാളത്തിൻ്റെ പേരിൽ മമ്മൂക്കയ്ക്ക് പിറന്നാളാശംസകൾ നേരാൻ കൂടിയിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ മമ്മൂക്കയെക്കുറിച്ച് നമുക്ക് മമ്മൂക്കയുടെ ഒപ്പം ഒരുപാട് സഞ്ചരിക്കുകയും, അല്ല, ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ നിങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതെ, അപ്പോൾ ഒരുപാട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളി നക്ഷത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നപ്പോൾ നമ്മളൊരു കവർ സ്റ്റോറി ചെയ്തിരുന്നു മമ്മൂക്കയെ കുറിച്ച്. അതിനകത്ത് കുറച്ച് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മമ്മൂക്കയെ കുറിച്ചുള്ള നമുക്ക് കുറച്ച് വിവരങ്ങൾ കൈമാറണം. ഇപ്പോൾ ഒരു പുതിയ പടം വരുന്നുണ്ടെന്ന് പറയുന്നല്ലോ, കളങ്കാവിൽ എന്ന പടമാണ് ഇനി വരാനുള്ളത്. അതും നിങ്ങൾ ഞെട്ടും. അങ്ങനെ ഞെട്ടിക്കുന്ന പ്രകടനമുള്ള ഒരു ചിത്രം തന്നെയാണ് കളങ്കാവിൽ. ഒരേ സമയം അതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റും ആയിരിക്കും, ഈ കലാപരമായിട്ട് മുന്നിട്ട് നിൽക്കാൻ പോകുന്ന ഡയറക്ടർ ജിതിൻ കെ ജോസ് എന്ന് പറയുന്നത്. മമ്മൂക്ക എന്ത് വേഷ ചെയ്യുന്നു പറയാൻ പറ്റുമോ?
എനിക്കറിയത്തില്ല. ശരി, അങ്ങനെ. അപ്പോൾ നാളെ പിറന്നാളല്ലേ, എന്തായിരിക്കും സാധാരണ മമ്മൂക്കയുടെ പിറന്നാളിന് എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കാറുള്ളത്? മമ്മൂക്കയുടെ പിറന്നാൾ അദ്ദേഹം ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആരാധകര് ഇത് ഉത്സവമായിട്ട് കൊണ്ട് നടക്കാറുണ്ട്. 30,000 ബ്ലഡ് ഡൊണേഷൻ, അത് ഞങ്ങൾ കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 17 രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഈ 17 രാജ്യങ്ങളിലായിട്ട് 30,000 രക്തദാനം. കഴിഞ്ഞ വർഷം 30,000 നടന്നു. ഈ വർഷം 30,000-അധികം പോകുമെന്നാണ് നമ്മുടെ വിശ്വാസം. നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പം ഗൾഫിൽ നടക്കുന്നുണ്ട്, ദുബായിലും അലൈനിലൊക്കെ ഇന്ന് നടക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? തുടങ്ങി. ഒരു മാസം മുമ്പ് തുടങ്ങും ക്യാമ്പയിൻ. പിന്നെ അന്നദാനങ്ങൾ, വീൽ ചെയറുകൾ, ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കെയർ ആൻഡ് ഷെയറിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊക്കെ ഒരു വേറൊരു സംഭവം കൂടിയുണ്ട്. ഇന്നലെ മമ്മൂക്കയുടെ പാലക്കാട് അട്ടപ്പാടിക്കകത്ത്, അട്ടപ്പാടിയിൽ നിന്ന് 18 കിലോമീറ്റർ ഉള്ളിൽ നമ്മൾ കുറച്ച് സ്കൂളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മമ്മൂക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്കൂള് അട്ടപ്പാടി 18 കിലോമീറ്ററിനുള്ളിലുണ്ട്, ട്രൈബൽ വില്ലേജിൽ. അവിടുത്തെ ട്രൈബൽ കോർഡിനേറ്റർ, അവിടുത്തെ കെയർ ആൻഡ് ഷെയറിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരാളോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളാരും ബസ്സിൽ കയറിയിട്ടില്ല. അവർക്ക് ബസ്സിൽ കയറിയിട്ടില്ല. ബസ്സിൽ കയറാത്ത കുട്ടികൾ കേരളത്തിലുണ്ട്. ഉണ്ട്. അവരെ ബസ്സിൽ കയറ്റി ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആദ്യം കേട്ട വഴിക്ക് തന്നെ നമ്മുടെ കെയർ ആൻഡ് ഷെയറിലെ അച്ഛനോടാണ് പറയുന്നത്, അയ്യോ അവരെ കൊണ്ട് ബസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം പക്ഷേ അതൊരു വിഷമം, അച്ഛനൊരു വിഷമം. അച്ഛൻ പറയുന്നത് മമ്മൂക്കയോട് ഒന്ന് പറയാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന്. അങ്ങനെ മമ്മൂക്കയുടെ അടുത്ത് വിവരം അവതരിപ്പിച്ചു. ഇപ്പം ചെയ്യുന്നത് കുട്ടികളെ ജീപ്പിൽ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി അവരെ ഷൊർണൂർ വന്ന് വന്ദേ ഭാരതി കയറ്റും, കൊച്ചിയിലെത്തിക്കും. കൊച്ചിയിലെ വാട്ടർ മെട്രോ ഇറക്കി കാണിക്കും. പിന്നീട് കൊച്ചി മെട്രോയിൽ ട്രെയിനിൽ കയറ്റി അവരെ ആലുവയിലെത്തിക്കും. റോബോട്ടുകളുമായിട്ട് അവരെ പരിചയപ്പെടുത്തും. അതിനുശേഷം രാജഗിരി ആശുപത്രിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അവരെ കൊണ്ട് സിയാലിൽ ചെല്ലും, ഫ്ലൈറ്റിൽ കയറ്റും, അവിടെ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതാണ് ഇന്നിപ്പം നടക്കാൻ പോകുന്ന ഒരു സംഭവം. അപ്പോൾ മമ്മൂക്കയോട് അവർ ചോദിച്ചത് ബസ്സിൽ കയറ്റാനാണ്. വിമാനത്തിലും കപ്പലിലും ട്രെയിനിലും ബസ്സിലും കയറ്റിയാണ് അവരെ തിരിച്ചയക്കാൻ. ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം കൊടുത്തു. നമുക്ക് പറഞ്ഞാണ് അവർക്ക് പൂന്തോട്ടമല്ല, പൂക്കാലം കൊടുത്തു. അതെ. ഇതാണ് ഞങ്ങൾക്ക് ഇത്തവണത്തെ ബർത്ത്ഡേയിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു സംഭവം. റോബർട്ട് എപ്പോഴെങ്കിലും മമ്മൂക്കയുടെ, അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്, പലപ്പോഴും പലതവണ ഉണ്ടാവും, ബർത്ത്ഡേക്കൊപ്പം ഉണ്ടായിരുന്നോ? ഇല്ല, ബർത്ത്ഡേക്കൊപ്പം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കില്ലെന്ന് എനിക്ക് 100% അറിയാം. കേക്ക് മുറിക്കുന്നൊന്നുമില്ല. അത് എല്ലാവരോടും നിർബന്ധിക്കുമ്പോൾ രാത്രി 12 മണിക്ക് ഈ വീടിന് മുമ്പിൽ ഒരു മഹാസമുദ്രമായിരിക്കും. അപ്പോൾ ഈ മക്കളൊക്കെ ഉള്ളപ്പം അവരെന്തായാലും ആരെങ്കിലും കേക്ക്, ആൻഡ്രോ ചേട്ടനോ ജോർജ് ചേട്ടനോ ആരെങ്കിലും കേക്കുമായിട്ട് ചെന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മക്കൾ എന്തായാലും അതൊക്കെ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ്. പബ്ലിക്കായിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് ആഘോഷിക്കുകയോ അങ്ങനെ ആഘോഷിക്കൊന്നുമില്ല. ഒരിക്കൽ സംഭവിച്ചു. ഒരിക്കൽ നമ്മുടെ സ്വാമി പ്രകാശാനന്ദ സ്വാമികളുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേറ്റ് ഫാദർ ഷൂട്ടിന്റെ സമയത്താണ്, നാളെയാണല്ലേ നമ്മുടെ മമ്മൂക്കയുടെ ജന്മദിനം, അതെ സ്വാമിജി കുറച്ച് പായസം കൊണ്ടുവരുന്നുണ്ട്, നമുക്കത് ലൊക്കേഷനിൽ കൊണ്ടേ മമ്മൂക്കയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്ക. ഇവർ തമ്മിൽ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയോട് ജോർജ് ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവമാണ്, നമുക്ക് നേരിട്ട് പറയാനുള്ളൊരു ധൈര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജന്മദിനത്തിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച്. അപ്പം നമുക്ക് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, സ്വാമിജിയെ ഹോട്ടലിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ സ്വാമിജി എവിടെയുള്ളത് നമുക്ക് അവിടെ പോയി കാണാം. അതായത് ലൊക്കേഷൻ വരുമ്പോൾ ഇവരെല്ലാവരും കാണുമല്ലോ. ശരി, എന്നാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ കാര്യം സംസാരിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാമിജി വലിയ 2 ബക്കറ്റ് കേക്കൊക്കെ പായസമൊക്കെ ആയിട്ട് തൃശ്ശൂർ ഗ്രേറ്റ് ഫാദറിന്റെ ലൊക്കേഷൻ വെച്ച്, പിന്നെ വേറെ മാർഗമില്ല, അവിടെ വെച്ച് അതാണെന്ന് തോന്നുന്നു അദ്ദേഹം പരസ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷം. അതും പ്രകാശാനന്ദ സ്വാമിയുടെ. ഈ സ്വാമിജിമാരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ടോ? വലിയ അടുപ്പമാണ്. എനിക്ക് തോന്നുന്നത് മമ്മൂക്കയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു പ്രകാശാനന്ദ സ്വാമികളുടെ. പിന്നെ ക്രിസോസ്റ്റം തിരുമേനി. ഒരേ സമയം ബാലൻസിങ് ആണ്. അതങ്ങനെ മതം ചിന്തിച്ചിട്ട് ഇവർ രണ്ട്, ഈ പ്രകാശാനന്ദ സ്വാമിയും ക്രിസോസ്റ്റം തിരുമേനിയാണെങ്കിലും ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളൊന്നും അല്ല. അതാണ് ഇവരൊന്നും തമ്മിൽ ഇന്ന് വരെ ഒരു മതമോ ജാതി അങ്ങനത്തെ കാര്യം വർത്താനം പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അത് നമ്മളെ പോലുള്ള ചെറിയ മനുഷ്യരാണെന്ന് മതങ്ങളെ കുറിച്ച് പറയുന്നത്. സത്യം നമുക്ക് പറയാൻ പറ്റും, ആർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് പിടിച്ചേക്ക് നമ്മൾ മതങ്ങൾ പറയും. അത് കൊള്ളാം, എനിക്ക് വലിയ രസകരമായിട്ട് തോന്നി. ഞാനേ ഇത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സന്യാസിമാരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാനൊരു അപ്രിയമായ ചോദ്യമാണ്, കുഴപ്പമില്ലല്ലോ. അതായത് ഇടയ്ക്ക് ഈ മമ്മൂക്കയെ ചില ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ചില വിവാദങ്ങളിലൊക്കെ പെടുന്നു.
ഇപ്പം നമുക്കറിയാം ഇതൊന്നും ഒരു കഴമ്പുമില്ല. ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അവർക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ പേര് ഉപയോഗിക്കണം. അതെ, ഈ സിനിമകളുടെ കാര്യത്തിൽ ചില വിവാദങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഏറ്റവും അവസാനം അമ്മയുടെ തിരഞ്ഞെടുപ്പ് അല്ലേ, വെറുതെ നിൽക്കുന്ന ഒരാളെ പിടിച്ച് അങ്ങ് ഇട്ടേക്കുക, എന്നിട്ട് ഇവൻ്റെ പേരിൽ ഇവരങ്ങ് മേനിയടിക്കുക. ഇതൊക്കെ മമ്മൂട്ടി അറിയുന്നുണ്ടോ? അദ്ദേഹം ഇത് എന്നെങ്കിലും ഇത് അറിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും ഇതിനോട് പ്രതികരിച്ച് ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങളും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പലതും പറയും, ഇതൊക്കെ എന്തിനാ നമ്മൾ മറുപടി പറയുന്നതെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും. കാരണം തെറ്റ് ചെയ്തവനല്ലേ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ വെറുതെ നിന്ന് പുറത്തു നിന്ന് ആരൊക്കെ കുടിക്കും? നമ്മളൊരു സിനിമയിൽ ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ചിലർ പറയുന്നുണ്ടല്ലോ, അഭിഭാഷക വൃത്തി എന്ന് പറഞ്ഞാൽ വക്കീലിൻ്റെ അടുത്ത് വന്ന് ഏത് ക്ലയൻറ്റ് വന്നാലും വക്കാലത്തെടുക്കുക എന്നുള്ള വക്കീലിൻ്റെ ജോലിയാണ്. അതെ. ഇപ്പം ശ്രീധരൻപിള്ള സാറിനെ കുറിച്ച്, നമ്മുടെ ഗോവ ഗവർണറൊക്കെ ആയിരുന്ന ശ്രീധരൻപിള്ള സാറ് ഒരു ഹൈക്കോടതിയിലെ അറിയപ്പെടുന്ന പ്രമുഖനായ വക്കീലാണ്. അദ്ദേഹം CPM-കാരുടെ കേസ് നടത്തിയിട്ടുണ്ട്. അതെ. ലീഗുകാരുടെ കേസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ BJP നേതാവായിരുന്നിട്ട് CPM-കാർക്ക് വേണ്ടി കേസെടുക്കുക. പക്ഷെ അത് രാഷ്ട്രീയമല്ല, ഒരു തൊഴിലാണ്, പ്രൊഫഷനാണ്. എന്ന് പറയുന്നത് മമ്മൂക്ക അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങളുടെ പേരിൽ വലിയ പുലിവാല് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പുഴു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി. അന്ന് വിമർശിക്കാതിരുന്ന ആ ചായവുള്ള ഒരേ ഒരു ചാനൽ നിങ്ങളുടെ ചാനലാണ്. ഞങ്ങൾ മമ്മൂക്കയെ വിമർശിക്കില്ല. അല്ല, അത് ഞാനും വിമർശിക്കില്ല. കാരണം എൻ്റെ നാട്ടുകാരനാണ്. ചെമ്പിൽ നിന്ന് എത്ര ദൂരമുണ്ട് വടയാറിലേക്ക് മമ്മൂക്കി അറിയാം. അതെ. അതെന്താ? അപ്പൊ അത് ഇപ്പോഴത്തെ കാലഘട്ടം ആയതുകൊണ്ടല്ലേ പുഴുവിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം വന്നു. ഇതിനു മുമ്പ് എത്രയോ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഭാസ്കര പട്ടേലറാകുമ്പോഴും ധ്രുവത്തിലെ മന്നാടിയാറാകുമ്പോഴും അതൊക്കെ വരണ്യവർഗത്തെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നില്ലേ? അന്നൊന്നും ആർക്കും എന്താ വിമർശിക്കാൻ പറ്റാതിരുന്നത്? എന്നിട്ട് ഇപ്പൊ വിമർശിക്കുന്നില്ലാത്ത എന്ത് കഥയാണുള്ളത്? ഇങ്ങനെ കഥാപാത്രങ്ങൾ മമ്മൂക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ അത്തരം വിവാദങ്ങൾ? സ്വാഭാവികമായിട്ടും ചെയ്യാത്ത തെറ്റിന് ആളുകൾ മാറി നിന്ന് ചീത്ത പറയുമ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ആർക്കായാലും ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ, കഷ്ടം എന്നൊരു ഫീല് തോന്നുമല്ലോ. എനിക്കറിയാവുന്ന അങ്ങനെ മമ്മൂക്കയെക്കുറിച്ച് ഒരാവശ്യവുമില്ലാത്ത വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെറിയ ആളുകളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഈ പറയുന്ന ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളൊക്കെ മമ്മൂക്കയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യം അല്ലേ? എൻ്റെ അറിവിലുമുണ്ട്. ഇവരൊക്കെ ഇതൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടല്ല. കാരണം ഇതിനകത്തൊക്കെ ഏറ്റവും കീ ആയിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ അവരൊക്കെ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയ. എനിക്കൊന്ന് കെ സുരേന്ദ്രൻ മമ്മൂക്കയെ വന്ന് കണ്ടു. പിന്നെ ഇവരെല്ലാം കണ്ടതായിട്ട് എനിക്കറിയില്ല. അല്ല, ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ ഉണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ ആ ഫോട്ടോ കണ്ടിരുന്നു. ഞാൻ പറയേണ്ട സംഭവങ്ങളല്ലോ. പക്ഷെ ഇവരെല്ലാവരും എനിക്ക് ആ സമയത്ത് അറിയാം. അതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള കേരളത്തിലെ വ്യക്തികൾ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും, അപ്പൊ അവരോട് പറയും നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് അവരോട് പറയുന്നത്. എനിക്കത് പ്രശ്നമില്ല, അത് നിങ്ങൾ വിഷമിക്കേണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. അതിപ്പോ ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കേട്ടിട്ടുള്ളത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മമ്മൂക്കയെ വിളിച്ചിട്ട് ഇതൊന്നും കരിയാക്കണ്ട, ഇതൊക്കെ ചെറിയ ആളുകൾ, നമുക്കാർക്കും ഈ അഭിപ്രായം ഇല്ല മമ്മൂക്കയെ കുറിച്ച്. ഞാൻ ആ പേരുകൾ എനിക്കറിയാം. ആ പേരുകൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സത്യമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകൾ എൻ്റെ മനസ്സിലുണ്ട്, അത് സത്യമാണ്. അവർക്കെല്ലാം വല്ല വിഷമമായിപ്പോയി. വെറുതെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതാണ് അത് ഈ പറയുന്ന പോലെ ഈ പെട്ടെന്ന് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലരുടെ കുബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളല്ലേ അവർക്ക്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഈ ഡ്രൈവിന് പോയ കഥ, അതൊരു വലിയ അത്ഭുതകരമായൊരു കാര്യം, ചില സംഭവങ്ങൾ പറഞ്ഞത്. അതൊന്നും പറയാമോ? മമ്മൂക്കയായിട്ടുള്ള ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ആൾ തന്നെ ഡ്രൈവ് ചെയ്ത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അത്രയും ഒരു വലിയ ലോങ് ഡ്രൈവ് അല്ലേ? പിന്നെ ലോങ് ഡ്രൈവ്. അത് സിഡ്നിയിൽ തുടങ്ങി, സിഡ്നിയിൽ നിന്ന് മെൽബൺ പോകുന്നു, മെൽബണിൽ നിന്ന് ടാസ്മാനിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കപ്പലിൽ ചെന്നിറങ്ങിയിട്ട് ടാസ്മാനിയയുടെ 3 ചുറ്റും നമ്മൾ കറങ്ങി തിരിച്ച് മെൽബണിലെത്തി. അങ്ങനെ ഒരു വലിയ ഡ്രൈവ് നടന്നു. അത് ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം എല്ലാവരും ഇപ്പൊ ഡ്രൈവ് തുടങ്ങി. ഇപ്പം സെലിബ്രിറ്റീസ് എല്ലാം വന്നിട്ട് അതേ തന്നെ ചെയ്യുന്നു. പക്ഷെ ഇത്രയും ദൂരം പോയി കാണുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഇതിൽ പറയുന്നുണ്ട് മമ്മൂട്ടി ഡ്രൈവ് ചെയ്ത് പോയ വഴിയാണ്. ഞാൻ അത് കഴിഞ്ഞ് കുറെ ട്രാവൽ ബ്ലോഗുകൾ കണ്ടപ്പോൾ ഇതാണ് മമ്മൂട്ടി ഡ്രൈവ് ചെയ്ത് പോയ വഴി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാൻഡ്മാർക്കായി. അതെ. ഈ വിദേശത്തൊക്കെ ചെല്ലും. നമ്മുടെ നാട്ടിലിപ്പോ മമ്മൂക്ക വഴി ഇറങ്ങി എന്നാൽ അറിയാമല്ലോ, അവിടെ ഒരു ജനസമുദ്രമായിട്ട് മാറും. വിദേശത്ത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ റോബർട്ട് ഉള്ളപ്പോൾ മമ്മൂക്ക കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവിടെ മമ്മൂക്ക തിരിച്ചറിയപ്പെടുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം വന്ന് ഇറങ്ങിയ കാര്യം എനിക്കല്ലാതെ വേറൊരു മലയാളിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ 1 2 ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ചില സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഭാഗമായിട്ട് മാത്രമാണ്. കാരണം ഇത് ഇത്രയും വലിയൊരു സ്ഥലമല്ലേ, അവിടെ ഇതിനു മുമ്പ് ചെന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു തരംഗമാകാനും അതൊരു പൊതുശല്യമായി മാറാനും ഇടയുണ്ടെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഒരു കാരണവശാലും അറിഞ്ഞില്ല. മാത്രമല്ല എന്നോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വന്നിറങ്ങുന്ന കാര്യം നീ ആരുടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞ് ഞാൻ അപ്പം തിരിച്ചു കയറിപ്പോ എന്നാണ്. അല്ല, എന്നാലും ഈ ഇടയ്ക്ക് എവിടെങ്കിലും ഡ്രൈവ് ചെയ്ത് ഹോട്ടലിൽ ഇറങ്ങുമ്പോഴൊക്കെ ആരെങ്കിലും കാണുമല്ലോ. പിന്നെ അങ്ങനെ അപ്രതീക്ഷിതമായി
മമ്മൂക്കയെ വിദേശത്ത് വെച്ചത് കാണുന്ന ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? രണ്ട് പ്രതികരണങ്ങൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ചെല്ലുന്ന ഞാൻ തന്നെ എന്നോട് ചോദിച്ചു, ഇവിടെയൊക്കെ നോട്ടീസ് അടിച്ച് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനും ഇവിടെ അറിഞ്ഞിട്ടില്ല, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഉള്ളതാണോടെ? ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. നല്ലൊരു തൊപ്പിയൊക്കെ വെച്ച് വളരെ കൂളായിട്ട് സിഡ്നിയിലെ ഏറ്റവും പ്രമുഖ ട്രംപൊക്കെ വന്നപ്പോൾ അല്ല മറ്റേ ഏത് പ്രമുഖർ വന്നാലും താമസിക്കുന്നൊരു ഹോട്ടൽ, ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി ഒരു 50 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഒരു മലയാളി നടന്നു വരുന്നു. അപ്പോൾ ആളിങ്ങനെ നേരെ മുന്നേ വരുന്നു, അദ്ദേഹത്തെ കാണുന്നു. മുന്നേലൊരു മുഖത്തോട്ട് നോക്കിയിട്ട് അയ്യോ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ദേവൻ ഞെട്ടി, അങ്ങേരും ഞെട്ടി, തിരിച്ചറിഞ്ഞല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നു. അവനൊരു 10 മിനിറ്റ് ദിവസം കഴിഞ്ഞിട്ട് മമ്മൂട്ടി ആയിരിക്കില്ല, പ്രതീക്ഷിക്കുന്നില്ല, പുള്ളി പ്രതീക്ഷിക്കുന്നില്ല. ഇദ്ദേഹം ചിരിച്ചുമില്ല, ഇദ്ദേഹം ഷോക്കായി പോയി. ഇവൻ ഇതെല്ലാവരും വിളിച്ച് അറിയിച്ചോ, ഇതാണോ ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ നടന്നുപോയി, അവൻ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞില്ല, അവന് വിശ്വസിക്കാൻ പറ്റിയില്ല, അവന്റെ നഷ്ടം. അവനിങ്ങനെ ഒന്ന് സംശയിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരുടെ റെസ്പോൺസ് ഇതായിരിക്കും. അങ്ങനെ എനിക്ക് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ലോൺ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹോട്ടലിൽ അവിടെയൊന്നും അധികം മലയാളികളൊന്നും ഇല്ല. അപ്പം ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് അതിനൊക്കെ മലയാളികളോട് സംസാരിക്കുമെങ്കിലും ഇദ്ദേഹമാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനോട് ഞാൻ പറഞ്ഞു, മന്ത്രി ഒരു പ്രമുഖ മന്ത്രിയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ആള് പറഞ്ഞു, ഞാൻ ഇതിനെതിരാണ്, ഇങ്ങനെ ഒളിച്ചു വരുന്ന ഇതൊന്നും കമ്മ്യൂണിസത്തിന് ചേർന്നതല്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരെയും പറ്റിച്ചു കൊണ്ടിരുന്നത്. എനിവേ ഒരു ഹോട്ടൽ ഗ്രാൻഡ് ചാൻസലർ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു സംഭവം, ഒരു പയ്യൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, യൂബ്രീറ്റ്സ് ചെയ്യുന്ന ഒരു പയ്യനെ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, കണ്ടു കുളമായി കണ്ടു. ഞാൻ പറഞ്ഞു, അതങ്ങ് ദൂരെയല്ലേ? ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ദൂരെയാണ്, ഒരു ഹൈവേക്ക് അപ്പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു 5 മിനിറ്റും ആളിങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. നമുക്ക് പറഞ്ഞു, അവനെ നീ വിളിക്ക്, അല്ലെങ്കിൽ അവന് പാടോ അതും കിട്ടും. അപ്പോൾ കൈ കാട്ടി വിളിച്ചു. അവൻ ഓടി വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അകലേന്ന് കണ്ട ഒന്ന് കണ്ടെന്നേ ഉള്ളൂ, ഞാൻ പൊക്കോളാം. ഇപ്പം നിനക്ക് ഫോട്ടോ എടുക്കണ്ടേ? അതൊക്കെ പറ്റുമോ? ആയിരിക്കും. ഇങ്ങനെയാണല്ലോ എവിടെ ചെന്നാലും ഒരു അത്ഭുതങ്ങളാണല്ലോ. അത്ഭുതങ്ങൾ കാണുമ്പോൾ ആരായാലും വാവിളിച്ചു പോകുമല്ലോ, സംഭവിക്കാറ്. അല്ല മമ്മൂട്ടി, അത് കഴിഞ്ഞു വിട്ടെ, മമ്മൂട്ടി ഇത്തിരി ബലം പിടിക്കുന്ന ആളാണോ ആളുകളുമായിട്ട്? പിന്നെ ആളുടെ സ്വഭാവം തന്നെ ഇങ്ങനെ ബലം പിടിച്ചല്ലേ നടക്കുന്നത്. അല്ല ഈ പബ്ലിക്കിനെയൊക്കെ കാണുമ്പോൾ ഇല്ലെന്നേ, അങ്ങനെ അത് നമുക്ക് തോന്നലല്ലേ. ഓരോ മനുഷ്യനും ബേസിക് ആയിട്ടൊരു സ്വഭാവം, ഒരു ക്യാരക്ടർ മാറൂല. അതില്ല. പുള്ളി അഭിനയിക്കുന്നത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി സിനിമയിലെ അഭിനയിക്കാറുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നാള് ഒരിക്കൽ ഞാൻ കേട്ട ഒരു കാര്യം, ഞാൻ കണ്ട കാര്യമല്ല. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഒരാൾക്കൂട്ടം ആളെന്തോ ഭയങ്കര ടെൻഷനിൽ ഇറങ്ങി വരികയാണ്. ഓയ് മമ്മൂക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ കേട്ട ഒരു കാര്യം, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ട് അത് വലിയ ടെൻഷനിലാണ് വരുന്നത്, അങ്ങ് പോവുക. അപ്പോൾ ഉടനെ ചേച്ചി വെച്ചത്രേ, അതൊന്ന് അവർ മമ്മൂക്കയല്ലേ വിളിക്കുന്നത്, ഒന്ന് തിരിച്ച് അവരെ ഒന്ന് കൈവച്ച് കാണിച്ചാൽ ഇവരെന്തിനാ ഇങ്ങനെ വിളിക്കുന്നു, ഞാനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങൾ. അത് നിങ്ങളുടെ കാര്യം, അവരെ സംബന്ധിച്ച് അത് മമ്മൂട്ടിയാണ്, മെഗാസ്റ്റാർ മമ്മൂട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാ. അപ്പോൾ ഉടനെ ചിരിച്ച് അതാണ്. അല്ല ഞാൻ മമ്മൂക്കയ്ക്ക് ഈ ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വല്ലാത്തൊരു കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചില ആളുകളെ കണ്ടാല് ചൂട് പറയാം, അവനാൾ ശരിയല്ലേ, അങ്ങനെ ഒരു നിരീക്ഷണ പാഠമുണ്ടോ? അയ്യോ ഉണ്ട്. അതെങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ ഈ 600 കഥാപാത്രങ്ങളായതിൻ്റെ അല്ലെങ്കിൽ 400 കഥാപാത്രങ്ങളായതിൻ്റെ ഇതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ ഒരു 400 കഥാപാത്രങ്ങൾ വേറെ അഭിനയിക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഇത്രയും ആൾക്കൂട്ടത്തെ എല്ലാ തരത്തിലുള്ള ആളുകളും ഇങ്ങനെ മുന്നിലൂടെ വന്നു പോയിട്ടുണ്ട്, കഥാപാത്രങ്ങൾ. അതിൽ ചില ആളുകളുടെ അംശം കാണുമ്പോൾ അറിയാം ഇവനാള് ശരിയല്ല. അതെ 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 സത്യം, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വാണിംഗും തരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ ഇത്ര അടുപ്പം വന്നു? എന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് തോന്നുന്നു. തിരിച്ചറിഞ്ഞു കാണുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത്ര കാലം മമ്മൂക്കയുടെ ചങ്കായിട്ട് ഞാനൊരു കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് ഞാനൊരു കൊട്ട മമ്മൂട്ടി ഫാനാണെന്നുള്ളതാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ അതെ സെമിനാരി പഠനവും ഇതും ഒരുമിച്ച് വന്നപ്പോൾ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ സെമിനാരി എവിടെ പുറത്താക്കപ്പെട്ട ഇന്ദ്രപ്രസ്ഥം കാണാൻ പോയപ്പോൾ ഒരു ദിവസമായിരുന്നു സെമിനാരിയിലേക്കുള്ള സ്ക്രീനിങ്. ശരിക്കും റോബർട്ടിന്റെ സ്ഥലം എവിടെയാ? കോട്ടയം പള്ളിക്കത്തോട് അറിയാം. കുറച്ചുകൂടെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കാരൻ്റെ മണ്ഡലമായിരുന്നു. ഞാൻ കോട്ടയക്കാരനല്ലേ. ഓക്കെ. അപ്പോൾ ഒരേ ദിവസമായിരുന്നു സെമിനാറിലേക്കുള്ള പ്രവേശനത്തിന്റെ സ്ക്രീനിങ്ങും. അന്നായിരുന്നു ഇന്ദ്രപ്രസ്ഥ റിലീസും. ഏത് വേണം തീരുമാനിച്ചത് ഇന്ദ്രപ്രസ്ഥമായിരുന്നു. തിരിച്ചു ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ വക കൽപ്പന വന്നു, യേശുക്രിസ്തു വേണോ മമ്മൂട്ടി വേണോ എന്ന് ആദ്യം തീരുമാനിക്കും. മമ്മൂട്ടി യേശുക്രിസ്തുവിനെ നമുക്ക് സേവിക്കാൻ ഒരുപാട് മൃഗങ്ങൾ മമ്മൂക്കയിൽ കൂടെ ചെയ്തല്ലോ. അങ്ങനെ അത് സംഭവിച്ചു. അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ
ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ ഒരുപാട് ഈ ഫാൻസിൻ്റെ പേരിൽ ഒരാൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരാൾ ഇലക്ഷൻ നിൽക്കുകയും അത് അദ്ദേഹം അറിയുകയും ചെയ്തു. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ നാട്ടിൽ ജയിച്ചു. കോൺഗ്രസിന് ടിക്കറ്റ് കിട്ടാഞ്ഞപ്പോഴാണ് ആൾ നിന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ. പക്ഷെ അതിനുശേഷവും ഇയാളുടെ അടുത്തേക്ക് എത്താനായിട്ട് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്താണ് ചില സംഭവങ്ങൾ നമ്മൾ അറിയുന്നത്. ഈ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾ മൈൻഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല എന്ന് കേട്ടു. നമ്മൾ SLCക്ക് പഠിക്കുമ്പോൾ പോയി കക്കൂസ് കുഴി കുത്തി. പിന്നെ അങ്ങനെ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു പുണ്യമാണെന്ന് തോന്നുന്നു. അന്ന് എന്റെ മനസ്സിലാക്കി പുണ്യം ചെയ്യാനല്ല മമ്മൂക്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആളതിനെല്ലാം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇതിന്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ, പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം ഏത് രീതി പോകണമെന്ന് എനിക്ക് അഡ്വൈസ് പോലും തന്നു. അന്നൊരു ആരാധകനായ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രമുഖ പത്രത്തിൽ ജോലിക്ക് സർക്കുലേഷനിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ വിളിച്ചു പറയാം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ജോലി കിട്ടും, പക്ഷെ നിനക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല, നീ കുറച്ചുകൂടെ പഠിക്കും, നീ MSW പോകും. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു MSW എന്താണെന്ന്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ MSW പോയില്ല. പകരം എനിക്ക് സീറ്റ് കിട്ടിയില്ല. പോയത് പബ്ലിക് റിലേഷൻസ് ആൻഡ് ജേർണലിസം എന്നുള്ള പ്രസ് അക്കാഡമിയുടെ കോഴ്സിലേക്കാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് LF ജോലി കിട്ടുന്നു. LF ജോലി കിട്ടുമ്പോഴും ആളിതെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ LFലെ സേവന പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ലൈനും റൂട്ടും അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിർത്താൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ തുടങ്ങി, സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ ഞാൻ വെള്ളം ചേർക്കാതിരുന്നതുകൊണ്ട്, കാരണം ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥത അദ്ദേഹത്തിന് എനിക്ക് വെള്ളം ചേർക്കാൻ പറ്റിയിട്ടില്ല, ചെയ്യത്തുമില്ല. അത് മാത്രമേ ഉള്ളൂ. മമ്മൂക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ 10 രൂപയുടെ കാര്യം ചെയ്തിട്ട് 10,000 രൂപയുടെ പബ്ലിസിറ്റി എടുക്കുന്ന ആളുകളാണ് ഇന്നത്തെ ലോകത്തുള്ളത്. നന്മ മരം എന്നൊക്കെ പറഞ്ഞു അവരുടെയൊക്കെ തനി നിറം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മമ്മൂക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എനിക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ എറണാകുളം ACP രാജ്കുമാർ, നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്താണ്. അദ്ദേഹം ഈ മമ്മൂട്ടിയുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. വല്ലപ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ മമ്മൂക്കയുടെ ഇന്ന പരിപാടി ചെയ്തു കേട്ടോ ഒക്കെ പറയാറുണ്ട്. നമുക്ക് എന്തായാലും മമ്മൂക്ക ഈ പ്രധാനമായും ഈ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ഓർമ്മിക്കാതിരിക്കുന്ന വലിയ നന്ദിയാണ്. അത് ഞാൻ ഓർമ്മിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ അടുത്ത എപ്പിസോഡ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, എന്നാലും 15 അല്ല, 1 മണിക്കൂർ എടുത്താലും മമ്മൂക്ക ഒരുപാട് പേര് ഇപ്പൊ മമ്മൂക്കയല്ല നമ്മളോട് പറയുന്നത്. അതെ, മമ്മൂക്ക ചെയ്യുന്ന കാര്യങ്ങൾ ഈ അളവറ്റ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതൊന്നും പുള്ളിയുടെ ക്രെഡിറ്റില് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ ശ്രമിക്കുന്നേ ഇല്ല. എന്നോട് ഒരുപക്ഷെ നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങളെ മമ്മൂക്ക ചീത്ത വിളിയും. എന്നോട് PRO എന്നൊരു പൊസിഷൻ എനിക്ക് തരുന്നത് പല കാര്യങ്ങളും ചെയ്യാൻ എനിക്കൊരു നീ ആരാണ് എന്ന് എന്നോട് പല പ്രമുഖരും ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇന്ന് സങ്കടം പറയുകയാണ്. എന്നെ അവിടെ കയറ്റിയില്ല. എന്നോട് നീ ആരാളുടെ കാര്യം എന്ന് പറയാൻ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ ഫാൻസിന്റെ പ്രസിഡന്റ് അല്ലേ, നീ ഫാൻസിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഒരു കാര്യം ചെയ്യും, നിന്നെ ഞാൻ PRO ആക്കിയിരിക്കുന്നു. അപ്പൊ എന്നിട്ട് എന്നോട് പറയും, PRO എന്ന് പറയുന്നത് നീ പബ്ലിസിറ്റിക്ക് ഉണ്ടാക്കാൻ വരണ്ട, നീ ആയിട്ട് എനിക്കൊരു പബ്ലിസിറ്റി തരണ്ട, നീ ആശുപത്രി ചെയ്യുന്ന കാര്യങ്ങളാണ് മതി, പബ്ലിസിറ്റി ഒക്കെ എനിക്കിട്ടുള്ള പോലെ ഇവിടെ ആർക്കും ഇല്ല. ആളത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് പബ്ലിസിറ്റി ചെയ്യണ്ടാത്ത ഒരേ ഒരു PRO ഞാനായിരിക്കും. കാരണം അത് ഞാൻ പബ്ലിസിറ്റി ചെയ്തു എന്നറിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചില സംഭവങ്ങൾ വാർത്തകളായി വരും. അതൊരിക്കലും നമ്മൾ വഴി, പലപ്പോഴും അത് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ വഴിയോ അല്ലെ അങ്ങനെയുള്ള അവർ തന്നെ നടത്തുന്ന ലീക്കിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ ചീത്ത കേൾക്കുന്ന ഞാൻ ഇതെന്തിനാണ് ഇത് വിളിച്ചു പറയാൻ. അല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ആരോഗ്യ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ മമ്മൂക്ക ചെയ്യും. ഒരുപാട് ആളുകൾ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ രക്തദാനം ഉൾപ്പെടെ, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോക്കസ് ആളുകളുടെ വെൽബീയിങ്ങിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹൃദയ ശസ്ത്രക്രിയയും ഒക്കെ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവോ? അറിയില്ല. അദ്ദേഹം കാരണം നേത്ര ചികിത്സ, കാഴ്ചയുടെ ലോകത്ത് നിന്ന് എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? പറയൂ. 10,000 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നേത്ര ശസ്ത്രക്രിയയിലൂടെ കാഴ്ചയുടെ ലോകത്ത് വന്നിട്ടുണ്ട്. 2005 തുടങ്ങി ഈ നിമിഷം വരെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി, ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഹോസ്പിറ്റൽ, വീണ്ടും ലിറ്റിൽ ഫ്ലവർ ആശുപത്രി വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന കാര്യമാണ് പറയുന്നത്. 10,000 പേര് ഏറ്റവും ചുരുങ്ങിയത് മമ്മൂട്ടി എന്നൊരൊറ്റ വ്യക്തി കാരണം കാഴ്ചയുടെ ലോകത്ത് വന്നിട്ടുണ്ട്. സാമ്പത്തികം ഇല്ലാതിരുന്നവർ 675 കുഞ്ഞു കുട്ടികളുടെ സർജറി ചെയ്തിട്ടുണ്ട്, ഹൃദയ ശസ്ത്രക്രിയ. തിരുവനന്തപുരത്ത് നിംസ് ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് 300 പേരുടെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. 350. അതുപോലെ 55 പേർക്ക് കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റൽ, അത് നമ്മുടെ പ്രകാശാനന്ദ സ്വാമികളും മുരിക്കം പിതാവില്ലേ, മുരിക്കം പിതാവ് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. നമ്മുടെ പ്രകാശാനന്ദ സ്വാമികളാണ് ഈ രോഗികളെ എല്ലാം പോയി കണ്ട് അവരെ അനുഗ്രഹിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്നത്. അത് അല്ല, മമ്മൂട്ടിയെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ പറയുന്നത് ഇതൊന്ന് കേൾക്കണം. അല്ലെ, ഇത് ഞാൻ എന്നോട് പറയുന്നത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളല്ല, അതങ്ങ് ചെയ്താൽ മതി എന്ന് അല്ല. പ്രകാശാനന്ദ സ്വാമിയാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവരെ കണ്ട് സംസാരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, സ്വാമിജി എനിക്ക് വിശ്വാസമാണ്, ആ, അതെ, എനിക്കറിയാം. അതെ, മമ്മൂക്ക അങ്ങനെ മമ്മൂക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മമ്മൂക്കയെ ഒരു കളത്തിൽ പിടിച്ചിട്ടാണെന്ന് പറ്റൂല. ഇനിയുണ്ട് വിദ്യാമൃതം പദ്ധതി. അതെന്താ? അതായത് ആദ്യം വന്നൊരു സംഭവം, അതായത് ഈ +2 കഴിഞ്ഞിട്ട് അനാഥാലയങ്ങളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് പഠിക്കാൻ അനാഥാലയങ്ങളിൽ ഫണ്ട് ഉണ്ടാവില്ല, +2 കൊണ്ട് കഴിയും. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സപ്പോർട്ട് ചെയ്ത് അത് BSc നഴ്സിംഗ് തുടങ്ങി, എഞ്ചിനീയറിംഗ് തുടങ്ങി ഒരു 100 കുട്ടികളെ ആദ്യം പഠിപ്പിച്ചു. പിന്നീട് ഇന്ന് അതിൻ്റെ ഫേസ് മാറിയിട്ട് കേരള തന്നെ വൈസ് ചെയർമാനായിട്ടുള്ള ഗിയോറീസ് ഫെർണാണ്ടോ MGM എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 12 കോളേജ് വഴി ഓരോ വർഷവും 300 കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം 300 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന 300 എഞ്ചിനീയർമാരോ ഫാർമസിസ്റ്റുകളോ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിറക്കുന്ന കുട്ടികൾ. ഇതൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴെങ്കിലും പറയണ്ടേ? അല്ല, അത് ഈ പദ്ധതികൾ തുടങ്ങുമ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇഷ്ടംപോലെ അപേക്ഷകൾ വരുന്നുണ്ട്. എനിക്കറിയാം, ഞാനും പത്രത്തിലായിരുന്നപ്പം അതെ. പിന്നെ കോവിഡ് കാലത്താണ് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലെന്നും പറഞ്ഞ് 4500 സ്മാർട്ട് ഫോണാണ്. 4500 പുതിയ സ്മാർട്ട് ഫോൺ. അതായത് കോവിഡ് കാലത്ത് ഈ ചർച്ച വരികയാണ് എന്താണ് പിള്ളേർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പം സാർ ഒരു കാര്യം ചെയ്യും, ഫേസ്ബുക്കിൽ അങ്ങ് ഇടാം, നമുക്ക് എന്നിട്ട് ഉപയോഗിച്ച ഫോൺ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ ഫോൺ ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ എന്നോട് നീ എന്താ ഈ പറയുന്നത്, ഉപയോഗിച്ച ഫോണെന്ന് പറഞ്ഞ് ഇനി അതിനകത്തുനിന്ന് ഡേറ്റ ചോർന്നു. അങ്ങനെയല്ല, നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രഷായിട്ട് ചെയ്യണം, അതിന് ആത്മാർത്ഥയോടെ ചെയ്യണം. നമുക്ക് പുതിയ ഫോൺ ചോദിക്കാം. അപ്പം പുതിയ ഫോൺ ഇങ്ങനെയൊക്കെ കിട്ടും. ഞാനല്ലേ ചോദിക്കുന്നത്, ആള് ചോദിച്ചു, 4500 ഫോൺ വരികയും ചെയ്തു. അപ്പോൾ 4500 കുട്ടികൾക്ക് അത് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടം വന്നിരിക്കുന്നത് ടോക്ക് ടു മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ പരാതികൾ മമ്മൂക്കയെ വിളിച്ചറിയിക്കുന്ന ഒരു നമ്പർ. അത് കിട്ടുന്ന പരാതികളെ രഹസ്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ട്, പരാതിക്കാരൻ്റെ വിവരങ്ങൾ സൂക്ഷിച്ചിട്ട് പരാതി പോലീസിന് കൈമാറും. DGP കഴിഞ്ഞ ദിവസം വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് 8000 പരാതികളാണ് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. 8000 പരാതികൾ അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാം നടപടിയാകുന്നുണ്ട്. നമ്മളാണ് ആ പരാതി കൈമാറിയെന്ന് മാത്രം നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് ഐഡന്റിറ്റി പറയുന്നില്ല. അങ്ങനെ എത്ര പദ്ധതികൾ. ഈ രാജഗിരിയിൽ നടക്കുന്ന വേറൊരു പ്രോഗ്രാമാണ് വാൽവ് റീപ്ലേസ്മെന്റ്, റോബോട്ടിക് സർജറി. കുട്ടികളുടെ 200 കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ റോബോട്ടിക് സർജറി ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ നിരന്തരം എത്രയോ പദ്ധതികൾ. ആദിവാസി ഊരുകളിൽ ടെലിമെഡിസിൻ സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയോ ആദിവാസി ഏകാധ്യാപക സ്കൂളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോകുന്നു. ആ കുട്ടികൾക്ക് ആ ട്രൈബൽ സമൂഹത്തിൽ നിന്ന് ആരെന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഏതായാലും മമ്മൂട്ടിയുടെ പിറന്നാൾ നാളെയാണ്. അതിന് തൊട്ട് മുമ്പ് മമ്മൂക്കയെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ ആളുകളുണ്ട്. സിനിമാക്കാരൻ മമ്മൂക്ക വെറും ഒരു സിനിമാക്കാരനല്ല, മലയാളിയുടെ സിനിമാടനല്ല, മലയാളിയുടെ ഹൃദയത്തുടിപ്പാണ്. സംശയമുണ്ടോ? അതെ, നിങ്ങളോട് തന്നെ ചോദിക്കുക, സംശയമുണ്ടോ? നിങ്ങൾ അതിൽ കൂടുതലായി മലയാളിയുടെ ഹൃദയം തന്നെയാണെന്ന് പറയും. തർക്കമില്ല. മലയാളി ഇങ്ങനെ നെഞ്ചേറ്റി വെച്ചിരിക്കുന്ന വളരെ മലയാളിക്ക്, എല്ലാ മലയാളിക്കും ഒരേപോലെ ഇഷ്ടമുള്ള വിഗ്രഹങ്ങൾ കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ പേര് മമ്മൂക്ക എന്നുള്ള 3 അക്ഷരമാണ്. അദ്ദേഹം ആയുരാരോഗ്യത്തോടെ ഒരുപാട് കാലം ഇനിയും മലയാളിയെ അഭിനയത്തിലൂടെ വിസ്മയിച്ച്, മലയാളിയെ സ്നേഹിച്ച്, മലയാളിയെ കരുതലോടെ ചേർത്ത് വെച്ച് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ABC പ്രേക്ഷകരുടെ മുഴുവൻ പേരിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.